ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഫ്രണ്ട് സൗണ്ടിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട്. ആക്സിലേറ്റർ കേബിൾ കംപ്ലൈൻറ്റ്, അതേപോലെ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് പറഞ്ഞാണ്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, അങ്ങനെ 1-2 വർക്കുകളൊക്കെ മെയിനായിട്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഒരുവിധം ഉപയോഗിച്ച് തീർന്നതാണ്, മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്താലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം, ടൈറ്റ് ചെയ്ത് നോക്കാം. കാരണം ഇപ്പോൾ തന്നെ അഡ്ജസ്റ്റിങ് ഏകദേശം എത്രയും വന്ന് നിൽക്കണം. അപ്പോൾ കൂടുതലായിട്ട് കിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ. ഞാനൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോഴാണ് നിലവിലെ സ്റ്റേജ് ആ രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ ആയാലും ഏറെക്കുറെ അത്യാവശ്യം അതിൻ്റെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം അതിൻ്റെ ലൈഫ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് അയച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മാറ്റാനുള്ള സിറ്റുവേഷൻ ഒന്നും ആയിട്ടൊന്നുമില്ല. ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ റീസെറ്റ് ആക്കി എടുക്കാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കാനുണ്ട്, ക്ലച്ച് ഗ്രീസിങ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലച്ച് അയക്കണേ. അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്കായി തുടങ്ങിയിട്ടുണ്ട്. ഓയിൽ ലീക്കായിട്ട് ഒഴിയാണേ കാണണം കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആ ഓയിൽ സൈഡിൽ കൈയോടെ മാറ്റിയിടാം. സാറിന് നമുക്ക് ഈ ഡ്രൈ ക്ലച്ചാണ് നമുക്ക് വരാം, സ്കൂട്ടർ മോഡല്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് ഓയിലിൻ്റെ പ്രസൻസ് വരാൻ പാടില്ല. അപ്പോൾ കൈയോടെ കണ്ടതുകൊണ്ട് നമ്മൾ അഴിച്ച് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് മാറ്റിയിടാം. നമുക്ക് കേട്ടോ ആ ഓയിൽസിൽ മാറ്റി കളഞ്ഞാൽ മതി. കിക്കറിൻ്റെ വീലൊക്കെ ആയിരുന്നു അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ബെൽറ്റും ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ 2 കവറിൻ്റെ ഉള്ളിലുണ്ട്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അതടങ്ങുന്ന ഒരു യൂണിറ്റാണത്. നിലയിൽ നോക്കുമ്പോൾ തേമാനം ഉണ്ട് ചെറുതായിട്ട്, പക്ഷേ വലിയ മേജറായിട്ടുള്ള പ്രോബ്ലമൊന്നും ആയിട്ടില്ല. പിന്നെ ആ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. വീലുകൾക്ക് പ്രത്യേകിച്ച് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊന്ന് ഗ്രീസിങ് നടത്താൻ വേണ്ടിയിട്ട് അഴിച്ചാൽ, കാരണം എന്താ വെച്ചാൽ ചെറിയൊരു ടൈറ്റ് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ജനറൽ സർവീസിൽ ഓൾറെഡി നമുക്ക് ക്ലച്ച് ചെക്കപ്പ് ആവശ്യമെങ്കിൽ ഗ്രീസിങ്ങും നമ്മൾ അതിനകത്ത് ഉള്ളതാണ്. ആ കൂട്ടത്തിൽ നമ്മൾ അതുകൂടി അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് പോകുന്നുണ്ട്. ക്ലച്ച് ഔട്ടറിനൊന്നും നിലവിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് ഷൂ ആയാലും അത്യാവശ്യം നമുക്ക് അതിൻ്റെ ലൈഫ് ഒരുവിധം ആയിട്ടുണ്ട്, ഒരു 80% ആയിട്ടുണ്ട്. നമുക്കത് ക്ലീൻ ചെയ്ത് കയറ്റാം. അടുത്ത സർവീസിലായാലും നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. കംപ്ലൈൻറ്റ് കൂടുതലായിട്ടൊന്നും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സർവീസുകളിൽ നമുക്കത് മാറ്റേണ്ടത് നമുക്ക് മാറ്റിയിടാം കേട്ടോ. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കണുണ്ട്. ബെൽറ്റ് നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത്. എൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്തുള്ള ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉപയോഗമുണ്ട്, നല്ല രീതിയിലുള്ള ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, മാറ്റിയിടണമായിരിക്കും നല്ലത്. കാരണം ഈ ഭാഗമൊക്കെ പൊട്ടലൊക്കെ ഉണ്ട്, ഇച്ചിരി ഡീപ്പായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റ് ഒന്നും യൂസ് ചെയ്യരുത്, കാരണം മാറ്റിക്കളയാം. ഇനി അതല്ല നമുക്ക് ഈ ലോക്കൽ ഓട്ടമൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്കത് ഇതിട്ടിട്ട് ആയാലും നമുക്ക് ഓടിക്കാം. കാരണം അടുത്ത സർവീസ് തന്നെ നമുക്ക് അടുത്ത 3000 കിലോമീറ്ററിൽ വരാം. അപ്പോൾ ചെറിയ ഓട്ടമൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ 3000 കിലോമീറ്ററൊക്കെ ഓടിക്കോളും. പക്ഷേ ചില വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റൊക്കെ ഓട്ടമുള്ള വണ്ടികളുണ്ടാവും. അതേപോലെ തന്നെ നല്ല ഹെവി ഓട്ടമുള്ള ദൂരം ഓടുന്ന വണ്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾക്ക് ഈ ബെൽറ്റൊക്കെ യൂസ് ചെയ്യുന്നത് റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞിട്ട് ദിവസം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് ഈ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ചോക്ക് കേബിളൊക്കെ വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിളായാലും ആക്സിലേറ്റർ കേബിൾ നോക്കുമ്പോൾ നമുക്ക് ഒട്ടും പ്ലേ കാണിക്കലില്ല. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേ കാണുന്നുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഗ്യാപ്പ് കിടക്കുന്നുണ്ട്, ചെയ്ത് നോക്കാം. നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കേബിൾ മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ ഈ മോഡലിന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് CVT ക്ലച്ച് ഓട്ടോ ക്ലച്ച് തന്നെ, അതുകൊണ്ട് തന്നെ ആക്സിലേറ്റർ റേസിങ് ആവുന്നുണ്ടെങ്കിൽ റിസ്ക്കാണ് നമ്മളത് കൊണ്ടുനടക്കുന്നത്. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ അത് ചെയ്തിടാം. ഇനി അതല്ല അതിനകത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കേബിൾ മാറ്റിയിടുന്നതായിരിക്കും ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ കേബിള്, ബ്രേക്കിൻ്റെ കേബിള്, ഈ 2 കേബിളുകളും കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണുന്നത്. സ്പീഡോമീറ്റർ കേബിൾ നല്ല രീതിയിൽ ടൈറ്റായി പോയേക്കാണ്, മീറ്റർ വർക്കിംഗ് അല്ല. അപ്പോൾ ഈ കേബിൾ മാറുന്ന കൂട്ടത്തിൽ കൂടെ വീലിൻ്റെ ഉള്ളിൽ അതിൻ്റെ ക്രൗണ് പിനിയൻ സെറ്റ്മെൻറ്റ് അത് പ്ലാസ്റ്റിക് ടൈപ്പാണ്. ഈ കേബിൾ ടൈറ്റ് ആകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അതാണ് കക്കി പോകും, പിടിക്കാത്ത രീതിയിലേക്ക് ആയിപ്പോവും. അപ്പോൾ കേബിൾ മാറ്റിയിടുമ്പോൾ ക്രൗണും പിനിയനും കൂടി മാറ്റിയിട്ട് വേണം പുതിയ കേബിൾ ഇടാൻ. ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റ് വർക്ക് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ മീറ്ററും ജാമായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മീറ്ററൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. മീറ്റർ ടൈറ്റോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ കേബിൾ മാറ്റി ക്രൗണും പിൻ സെറ്റും മാറ്റിയിടണമാണ് ഏറ്റവും സേഫ്. പിന്നെ അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിൾ ഒരെണ്ണം കംപ്ലൈൻറ്റാണ്. ഇവിടെ നോക്കുമ്പോൾ കാണാം നമുക്ക് ഈ കേബിൾ ഇത്രയും ബ്രേക്ക് പിടിച്ച് ഇങ്ങടേക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. ഈ ബ്രേക്കിൻ്റെ അവസ്ഥ, കേബിളിൻ്റെ അവസ്ഥ ഉണ്ട്, ഓൾറെഡി വലിഞ്ഞ് നിൽക്കാം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ബ്രേക്ക് കംഫർട്ടായിരിക്കില്ല, ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കായിരിക്കും കാണിക്കുക. തന്നെയല്ല ബ്രേക്ക് പിടിച്ചാൽ നിൽക്കാത്തൊരു സിറ്റുവേഷനൊക്കെ
ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും വരും. അപ്പോൾ അത് മാറ്റിയിടണതാണ് നല്ലത്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റിങ് ഒരുവിധം ആയിട്ടുണ്ട്. ലൈനറിൻ്റെ നമുക്ക് തൽക്കാലം ക്യാമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരു മില്ലിങ് വേണമെങ്കിൽ തിരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനെല്ലാം അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡ് ചെറിയൊരു തേയ്മാന വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് ടയർ മാറ്റണ സമയത്ത് നമുക്ക് ഈ മോഡൽ വണ്ടിക്ക് രണ്ടും ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും 10 ഇഞ്ച് വീലുകൾ വരാം. അപ്പോൾ നമുക്ക് റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഫ്രണ്ടിൽ ബാക്കിലത്തെ ടയർ പെട്ടെന്ന് തീരും. ആ സമയത്ത് ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് യൂസ് ചെയ്യുക. പുതിയ ടയർ ഫ്രണ്ടിൽ ഇടണതാണ് കുറേ കൂടി നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ ഹാൻഡിലിൻ്റെ ബെയറിങ്, അതാണ് ആ ഗട്ടറി ചാടുമ്പോൾ കിടന്ന് അടിക്കുന്നത്. മെയിനായിട്ട് കാണിക്കുന്നത് ബെയറിങ്ങിൻ്റെയാണ്. അതായത് കോൺസെപ്റ്റ് എന്ന് പറയും. അത് നല്ല രീതിയിൽ അടിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഗ്രീൻ ബുഷൊക്കെ ആയാലും ചെറിയൊരു രീതിയിലുള്ള ലൂസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ആ സെക്ഷൻ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യേണ്ടത്. നമുക്ക് ആ ബുഷുകളുടെ ഭാഗം ചെയ്യണം. ഹാൻഡിൽ ബെയറിങ് മാറ്റിയിട്ട് വേണം അത് റെഡിയാക്കാനായിട്ട്. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. 2022 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. 12 വോൾട്ടും 4 ആമ്പിയറും എന്ന ബാറ്ററിയാണ് നമുക്ക് ഡിയോയ്ക്ക് വരാം. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.86, അതായത് 12.5 വോൾട്ടിന് മുകളിൽ കിട്ടണുണ്ട്. വോൾട്ട് ബേസിൽ നമ്മൾ ഓക്കെയാണ്. പക്ഷേ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ നിലവിൽ ഇപ്പോൾ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം ടെസ്റ്റിൽ ഓൾറെഡി കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പെട്ടെന്ന് വരാം, ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വരാം, ചിലപ്പോൾ കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ കിട്ടാം. എന്തായാലും വലിയ വേരിയേഷൻ ഇല്ലാണ്ട് നമുക്ക് ബാറ്ററിയുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരും. കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് മാറ്റിയിടാം. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ പോയിൻ്റൊക്കെ നല്ല രീതിയിൽ കത്തി കുറഞ്ഞ രീതിയിലേക്ക് ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടണം നല്ലത് കേട്ടോ. എഞ്ചിൻ ഓയിൽ നോക്കിയിരുന്നു, ഒരല്പം ലെവൽ വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം ഓയിലുണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ടാണ് നമുക്ക് ടോപ്പപ്പ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ എത്രയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകളുടെ ഒരു ഏകദേശം ഒരു ഡീറ്റെയിൽസ്. അപ്പോൾ ഞാൻ അതിൻ്റെ അത്യാവശ്യം വേണ്ട പാർട്സുകൾ ഉൾപ്പെടുത്തി എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. കോൺസെപ്റ്റൊക്കെ മാറ്റുമ്പോൾ നമുക്ക് താമസം തന്നെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കോൺസെപ്റ്റൊക്കെ മാറ്റി വരുമ്പോൾ ഡിലേ വരും തരും കേട്ടോ. നാളത്തേക്കൊക്കെ ആവാനാണ് സാധ്യതയുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സപ്പിൽ തരാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.